വെൽക്കം ടു എജ്യൂബിൾസ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജി, സോഷ്യൽ, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സംഗീതപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ്? മലയാളമല്ലേ? മലയാളം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പെഡഗോജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഏത് പേപ്പർ എടുത്താലും. അപ്പോൾ നമ്മൾ കേട്ടറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ ടോപ്പിക്കിൻ്റെ കൂടെ പെഡഗോജി ചോദിക്കും. അപ്പോൾ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടാണ്? സംഗീതപരമായ ബുദ്ധി വികാസം. പല കുട്ടികളും പറയും ഇംഗ്ലീഷ് വേണം. ഈ ക്വസ്റ്റ്യനിൽ മലയാളത്തിലാണ് വരിക കേട്ടോ. അപ്പോൾ സംഗീതപരമായ ബുദ്ധിയാണ് മ്യൂസിക്കൽ ഇൻ്റലിജൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിയറിയാണ്. അപ്പോൾ സംഗീതപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന ഒരു പ്രവർത്തനം, കുട്ടിക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ കൊടുക്കുക, കവിതകൾ കവിതകൾക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നാടകരചനയും അവതരണം കൊടുക്കുക, സംവാദങ്ങളിൽ ഏർപ്പെടുക. ഏതാണ് നമ്മൾ മ്യൂസിക്കൽ ഇൻ്റലിജൻസിന് ഏറ്റവും ആപ്റ്റായത്? ഉറപ്പായിട്ട് നമുക്കറിയാം കവിതയാണ് അല്ലേ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കവിത കണ്ടെത്തുക. പോസ്റ്റർ രചന അല്ലേ, പോസ്റ്റർ ഉണ്ടാക്കുക. അത് നമുക്കെന്താ പറയുക, ചിത്രകാരന്മാർക്കൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഉണ്ടല്ലോ, ദൃശ്യശ്രാവ്യ ആ രീതിയിലുള്ള ഇൻ്റലിജൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ ശ്രാവ്യമല്ല, ദൃശ്യം അല്ലേ. നമ്മൾ പലതരം ഇൻ്റലിജൻസ് പറഞ്ഞല്ലോ. അതിൽ വെർബൽ ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുണ്ട്, വാചികമായ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്. അതാണ് സംവാദങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെയുള്ള ആളുകൾ അതായിരിക്കും കൂടുതലുണ്ടാവുക. നാടകരചന, അവതരണപ്പെട്ട ആക്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആക്ടിങ് എന്ന് പറയുമ്പോൾ അവൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളല്ലേ കൂടുതൽ, അവൻ്റെ ബോഡിലി കിനസ്തെറ്റിക് ആണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വെർബൽ ലിംഗ്വിസ്റ്റിക് വേറെയാണ്, ബോഡിലി കിനസ്തെറ്റിക് വേറെയാണ്. അങ്ങനെ ഓരോന്നും ഓരോ ടൈപ്പ് ഇൻ്റലിജൻസ് ആണെന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ ആര് പറഞ്ഞിട്ടുണ്ട്? ഹവാർഡ് ഗാർണർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഷയെ വാചിക ചേഷ്ട, വേർബൽ ബിഹേവിയർ, ഇത് വന്നിട്ടുള്ളതാട്ടോ. വേർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ജീൻ പിയാഷെ, വൈഗോഡ്സ്കി, BF സ്കിന്നർ, ബെഞ്ചമിൻ ബ്ലൂം. ആരാണ്? ഏതാണ്? BF സ്കിന്നർ ആണ് കേട്ടോ. BF സ്കിന്നർ. ഇവിടെ പിയാഷെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വൈഗോഡ്സ്കിയുടെ കൺസെപ്റ്റ് ഉണ്ട്, ബെഞ്ചമിൻ ബ്ലൂം നമുക്കറിയാം നോളജ് അല്ലേ, നോളജ് എന്നൊക്കെ പറയുന്ന ടാക്സോണമി, ബ്ലൂമിൻ്റെ ടാക്സോണമി, അത് നമുക്ക് ചോദ്യം വരുന്നുണ്ട്. സോ പെഡഗോജിയിലെ പ്രധാനപ്പെട്ട ഏരിയകൾ തന്നെയാണ് എല്ലാം. അപ്പോൾ ഇവിടെ BF സ്കിന്നർ ആണ്. സ്കിന്നറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭാഷയെ ചോദനം, പ്രതികരണം, പ്രബലനം, കണ്ടോ, സ്റ്റിമുലസ്, റെസ്പോൺസ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയയിലൂടെ കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത് അല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് പ്രമുഖ ചേഷ്ടാവാദി ബിഹേവിയറിസ്റ്റായ സ്കിന്നറുടെ വാദം. കണ്ടോ, സ്കിന്നറെ കുറിച്ച് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ പ്രതികരണം പ്രബലം ചെയ്യപ്പെടുന്നത് അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ചോദനം, ഓപ്പറന്റ് ഡിസ്ക്രിമിനേഷൻ. ഒരു ഭാഷ ഒരു വാചിക ചേഷ്ടയാണ് അല്ലേ, അദ്ദേഹം പറയാണ് കേട്ടോ. ഭാഷ ഒരു വാചിക മറ്റേതൊരു ചേഷ്ടയെയും പോലെ പ്രവർത്തനം, ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് കുഞ്ഞുങ്ങൾ ഭാഷ സ്വായത്തമാക്കുന്നത്. സ്കിന്നറുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് വേർബൽ ബിഹേവിയർ എന്ന് പറയുന്നത്. വാചിക ചേഷ്ട അല്ലെ, ബിഹേവിയറിസ്റ്റ് ആണല്ലോ സ്കിന്നർ. ഓക്കെ, ഇത് പോയിന്റാണ്, ജസ്റ്റ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തവയിൽ വ്യാക്ഷേപക ശബ്ദമല്ലാത്തത്. വ്യാക്ഷേപം നമ്മൾ സെന്റൻസ് പഠിക്കും, മലയാളത്തിൽ വ്യാക്ഷേപം പഠിക്കാനല്ലേ, ദ്യോതകം, അവ്യയങ്ങൾ പഠിക്കാറില്ലേ, അതുമായി ബന്ധപ്പെട്ടത്. അതേ, വായനക്ക് അവധിയില്ല. അയ്യോ, ഞാൻ ഒരിക്കലും കളവ് പറയില്ല. ചി, വക്രബുദ്ധി തുടരുന്നത് രാമനോടോ? ഹാ പുഷ്പമേ, നിനക്കെന്തു ഭംഗി. അപ്പോൾ ഇവിടെ നോക്കി, വ്യാക്ഷേപകം വരാത്തത് ഏതാണ്? ഹാ പുഷ്പമേ, ചി, അയ്യോ, ഇങ്ങനെ പറയുന്ന അല്ലേ, ഇതിനാണ് നമ്മൾ എന്ത് വ്യാക്ഷേപകം എന്ന് പറയാം. ഓക്കെ, അയ്യോ, കണ്ടോ, വ്യാക്ഷേപകം, എക്സ്ക്ലമേഷൻ. ഇവിടെ അതേ എന്ന് പറയുന്നത് എന്തില്ല, അതിൽ പെടില്ല. അപ്പോൾ സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ കൊടുത്തവയിൽ ശരിയായ പദജോടി ഏത്?
ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ. ഇത് ഒറ്റപ്പദം ചോദിക്കുന്ന കേട്ടോ. ഒറ്റപ്പദം നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഉത്പതിഷ്ണു, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപഠിഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ മുമുക്ഷു. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് കേട്ടോ. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാണ് നമ്മൾ പിപഠിഷു. പഠിച്ചു നോക്കണേ, പിപഠിഷു. എടാ മുമുക്ഷു പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്ന ആളെടാ. അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ജിജ്ഞാസു. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ നോക്കൂ, അറിയാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്? ജിജ്ഞാസു. പഠിച്ചു വെച്ചോളെ, സമയം ചോദിക്കും. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിന് പറയുന്നവര് പിപഠിസ. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപഠിഷു. കുടിക്കാനുള്ള ആഗ്രഹം അവിടെ മാറി, കുടിക്കാൻ പിപാസ എന്നാ പറയാ. പിപാസ. എന്താണ് പിപാസ? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു, ആഗ്രഹം പിപാസ. ഭക്ഷിക്കാൻ ബുഭുക്ഷു, ബുഭുക്ഷു. എന്നാൽ മോക്ഷം ആഗ്രഹിക്കുന്ന ആളോ മുമുക്ഷു. പ്രയോഗിക്കുന്നയാൾ പ്രയോക്താവ്. കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു. ഇത് പഠിച്ചു വെക്കണേ, ജിഗീഷു, ജിഗീഷു. അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ എന്നാ പറയാ. പുത്രന്റെ പുത്രൻ പൗത്രൻ, മകന്റെ മകൻ എന്നർത്ഥം. പുത്രന്റെ പുത്രി എന്ന് പറഞ്ഞാൽ മകന്റെ മകൾക്ക് പറയുന്ന പേരാണ് പൗത്രി. എന്നാൽ മകളുടെ മകൾക്ക് പറയുന്ന പേരാണ് ദൗഹിത്രി, അല്ലേ? മകളുടെ മകന് പറയുന്ന പേര് ദൗഹിത്രൻ. സഹോദരിയുടെ മകന് ഭാഗിനേയി, അല്ലെ? മകൾക്കാണ് ഭാഗിനേയി, ഭാഗിനേയൻ, അല്ലെ? അതുപോലെ പുത്രന്റെ ഭാര്യ സ്നുഷ, പുത്രന്റെ ഭാര്യക്ക് പറയുന്ന പേര്. ഇങ്ങനെ കുറെ വേർഡുകളുണ്ട്. ഞാൻ കുറച്ചെണ്ണം പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതും കൂടി പറയാം, കുറച്ചധികം പറയാം. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹാ വിജിഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പാടം തായ്ത്താൻ. ഈ വരികൾ ഏതു കവിതയിലുള്ളതാണ്? മകരക്കൊയ്ത്ത്, കണ്ണീർപ്പാടം, കന്നിക്കൊയ്ത്ത്, യുഗപരിവർത്തനം. ഏതിലുള്ളതാണ്? ഇത് കന്നിക്കൊയ്ത്തിലാണ്. ആരുടേതാണ്? വൈലോപ്പിള്ളി. ആരുടേതാണ്? വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടേതാണ് കേട്ടോ, വൈലോപ്പിള്ളി. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ വായിക്കാവുന്ന കുറച്ച് SCRT-യിലുള്ള കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. തേന്മാവ് എന്ന ചെറുകഥ അതാരെഴുതിയാണ്? ബഷീർ. ആരുടേതാണ്? ബഷീർ. കാടിനു കാവൽ എന്ന ലേഖനം സുഗതകുമാരിയാണ്. കള്ളൻ ചക്കിട്ടു ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, അല്ലെ? പുളിവാവ് വെട്ടി ഇടശ്ശേരിയുടേതാണ്. ആകാശത്തിലൊരു വിടവ് സി രാധാകൃഷ്ണൻ. മരത്തെ സ്നേഹിച്ച മനുഷ്യൻ ലേഖനമാണ് ജോൺ സി ജേക്കബ്. SCRT-യിലുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുത്തുകാരെ പറഞ്ഞത്. അതുപോലെ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് വരികൾ നോക്കാം. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരക്ഷരമാണ്, മണ്ണ് എന്ന ഒരക്ഷരമാണ് എൻ്റെ മലയാളം. പ്രസിദ്ധമായ വരികൾ ആരെഴുതിയത്? കുഞ്ഞുണ്ണി മാഷ്. ആരാണ്? കുഞ്ഞുണ്ണി മാഷ്. മറന്നു പറഞ്ഞിട്ടോ, കുഞ്ഞുണ്ണി മാഷാണ് കേട്ടോ. നെക്സ്റ്റ്. കാലമിനിയും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും, അപ്പോൾ എന്തൊന്നും ആർക്കറിയാം. ആരാണ്? സഫലമീ യാത്ര. ആരുടേതാണ്? NN കക്കാടിൻ്റെതാണ്. ആരുതാണ്? NN കക്കാട്. കുറച്ച് പ്രധാനപ്പെട്ട വരികളാണ് കേട്ടോ. നിത്യവും ജീവിതം വിതയേറ്റി മൃത്യു കൊയ്യും, വിശാലമാം പാടം തത്ര കണ്ടിടാം കൊയ്തതിൻ, ചാമ്പൽ കുത്തിലേന്തിക്കുളിർത്ത ഞാർക്കൂടും. ഇത് വൈലോപ്പിള്ളി നേരത്തെ പറഞ്ഞ പോലെ കന്നിക്കൊയ്ത്തിലാണ്. കന്നിക്കൊയ്ത്തിലുള്ള ഒരു വരിയാണ് കേട്ടോ. ഓക്കെ, നേരത്തെ വൈലോപ്പിള്ളിയെ കുറിച്ച് പറഞ്ഞാണ്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. പ്രസിദ്ധമായ മറ്റൊരു വരിയാണ് എൻ്റെ ഗുരുനാഥൻ. ആരുടേതാണ്? വള്ളത്തോളിൻ്റെതാണ്. ഫുൾ വൈലോപ്പിള്ളി ആയതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു. വരികൾ പ്രസിദ്ധമാണ്. P ഭാസ്കരൻ്റെതാണ്. SCRT-യിലുള്ളതാണ്. ഇതൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സഹവർത്തിത പഠന രീതിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായതാണ്? വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നു. ആണോ എടാ? സഹവർത്തിത ആരുടേതാണ്? വൈഗോഡ്സ്കി അല്ലേ? വൈഗോഡ്സ്കി ബിഹേവിയറിസ്റ്റ് ആണോ? അല്ല. ആവർത്തനത്തിനും ഓർമ്മിച്ച് പറയുന്നതിനാണോ മൂപ്പര് പ്രാധാന്യം കൊടുത്തത്? ഇങ്ങനെ ആവർത്തനം, റിപ്പീറ്റേഷൻ, അതിനാണോ പ്രാധാന്യം? ഓർമ്മിച്ച് പറയാ അല്ല. പഠന ലക്ഷ്യവും പഠന ചുമതലകളും അധ്യാപിക സ്വയം തീരുമാനിക്കുക. അധ്യാപിക തന്നെയാണ് തീരുമാനിക്കേണ്ടത്? അല്ല. പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം കൊടുക്കുന്നു. എന്താണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ പെഡഗോജി ക്വസ്റ്റ്യൻസ് പഠിക്കണം. നമ്മൾ സൈക്കോളജി പെഡഗോജി ഒരുമിച്ചാണ് പഠിക്കുന്നത്.
അപ്പോൾ സൈക്കോളജി വരുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ സഹവർത്തിതം കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലേ, അങ്ങനെ ഇങ്ങനെ കൊളാബറേറ്റീവ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് ഇവിടെ ഉപയോഗിച്ചാൽ മതി. വൈഗോട്സ്കി ആണ്. വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടൊന്ന് നോക്കിയാൽ ആൻസർ കിട്ടും. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലേ, ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.